അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് റിയാദിസ് സ്വാലിഹീൻ്റെ 8ാമത്തെ ക്ലാസ്സാണ്. തൗബയെക്കുറിച്ചാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഹദീസ് നോക്കാം. വഅൻ നബി സയ്യിദ് ബിനു മാലിക് ബിനു സിനാനിൽ ഖുദരിയിൽ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട അബൂ സഅദ് റളിയല്ലാഹുവിനെ തൊട്ട് നിവേദനം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു: കാന ഫീമൻ കാന ഖബലക്കും റജുലും ഖതല തിസ്അത വതിസ്ഈന നഫ്സ. കാന ഫീമൻ കാന ഖബലക്കും, നിങ്ങളുടെ മുൻഗാമികളിൽ ഒരാളുണ്ടായിരുന്നു. ഖതല തിസ്അതൻ വതിസ്ഈന നഫ്സ, അദ്ദേഹം 99 പേരെ കൊലപ്പെടുത്തി. നിങ്ങളുടെ മുൻഗാമികളിൽ ഒരാൾ 99 ആളെ കൊലപ്പെടുത്തി. പിന്നീട് അദ്ദേഹത്തിന് പശ്ചാത്താപം, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന ബോധം മനസ്സിൽ ഉദിക്കുകയാണ്. അങ്ങനെ ഫസാല അൻ അഅ്ലമി അഹ്ലൽ അർളി, അയാൾ ഭൂമിയിലെ വലിയ ഒരു പണ്ഡിതനെ കുറിച്ച് അന്വേഷിച്ചു. ഫദൽ അല റാഹിബി, അപ്പോൾ ഒരു പുരോഹിതനെ കുറിച്ച് അയാൾക്ക് വിവരം ലഭിച്ചു. ഫഅനാഉ ഫഖാല, അങ്ങനെ ആ പുരോഹിതൻ്റെ അടുത്തേക്ക് ഈ 99 ആളെ കൊന്ന വ്യക്തി ചെല്ലുകയാണ്. ഫഖാല, എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു: ഇന്നഹു ഖതല തിസ്അത വതിസ്ഈന നഫ്സ ഫലഹു മിൻ തൗബ. ഞാൻ 99 പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾ 99 പേരെ 99 പേരെ കൊലപ്പെടുത്തി, അയാൾക്ക് തൗബയുണ്ടോ? പണ്ഡിതനോട് ഇദ്ദേഹം ചോദിക്കുകയാണ്. അപ്പോൾ ആ പണ്ഡിതൻ ഫഖാല, അദ്ദേഹം പറഞ്ഞു, തൗബയില്ല. ഫഖതലഹു ഫസ്സല, അങ്ങനെ ആ തൗബയില്ല. ഫഖതലഹു ഫഖസ്സല ബിഹി മിഅതൻ, അങ്ങനെ തൗബയില്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെയും കൊന്നു. അങ്ങനെ 100 പേരെ തികയ്ക്കുകയാണ്. 100 പേരെ അദ്ദേഹം കൊന്നു. സുമ്മ സഅല അൻ അഅ്ലമു അഹ്ലിൽ അർളി, പിന്നീടും ഇദ്ദേഹം ഭൂമിയിലുള്ള പണ്ഡിതന്മാരെ കുറിച്ച് ഇദ്ദേഹം അന്വേഷിച്ചു. ഫദുൽ അലാ റജുലിൻ ആലിമി, അദ്ദേഹം ഒരു പുരോഹിതനെ കുറിച്ചാണ് ഇദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഒരു പണ്ഡിതനെ കുറിച്ച് അയാൾക്ക് വിവരം ലഭിച്ചു. ഫഖാല, എന്നിട്ട് ആ പണ്ഡിതനെ സമീപിച്ച് ഇയാൾ ചോദിക്കുകയാണ്: ഇന്നഹു ഖതല മിഅത്തൽ നഫ്സിഹി ഫലഹു മിൻ തൗബ. ഞാൻ 100 പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്, എനിക്ക് തൗബ ചെയ്യാൻ പറ്റുമോ? ഫഖാല, ആ പണ്ഡിതൻ പറഞ്ഞു: നഅം, അതെ. വമൻ യഹൂലു ബൈനഹു വബൈന തൗബ, തൗബയുടെയും നിന്റെയും ഇടയിൽ മറയുണ്ടാക്കുന്നതാരാണ്? നിനക്ക് തൗബയുണ്ട് എന്ന് ആ പണ്ഡിതൻ പറയുകയാണ്. എന്നിട്ട് ആ പണ്ഡിതൻ പറഞ്ഞു: തവലക്ക ഇലാ അർളി കാന വകാന, തവലക്ക ഇലൽ അർളി കാന വകദ. ഇൻതലക്ക, മോനെ നീ പോവുക. ഇലൽ അർളി കഥ വക്കഥ, നീ നാട്ടിലേക്ക് പോവുക. ഫൈൻ ബിഹാ നാസ യഅ്ബുദൂനല്ലാഹ തആല ഫഅബ്ദുല്ലാഹ മഅഹു. അനാസ, ആ നാട്ടിൽ കുറേ ആളുകളുണ്ട്, അവരിങ്ങനെ അള്ളാഹുവിനെ ആരാധിക്കുന്നവരാണ്. അവരോട് കൂടെ നീ അള്ളാഹുവിനെ ആരാധിക്കുക. വലാ തർജി ഇലൽ അർളിക ഫൈൻഹാ അർളുൽ സൂയി, അവരോട് കൂടെ നീ അള്ളാഹുവിനെ ആരാധിക്കുക. വലാ തർജി, നീ മടങ്ങരുത് നിന്റെ നാട്ടിലേക്ക്, നീ നിന്റെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ പാടില്ല. ഇലൽ അർളി ഫൈൻഹാൽ അർളി സൂയിൻ്റെ നാട് തെറ്റിൻ്റെ നാടാണ്, മുഷിഞ്ഞ നാടാണ്. നിന്റെ നാട്ടിലുള്ളവർ ഒക്കെ തെറ്റ് ചെയ്യുന്നവരാണ്, അതുകൊണ്ട് നീ നിന്റെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ പാടില്ല എന്ന് ആ പണ്ഡിതൻ അദ്ദേഹത്തിനോട് പറയുകയാണ്. അങ്ങനെ അദ്ദേഹം ഖബലിക്ക പോയി. ഹത്താ ഇദാ നസബുത്തൊരീഫ അനാൽ മൗത്തി, അങ്ങനെ ആ നാട്ടിൽ നിന്ന് അദ്ദേഹം പോകുമ്പോൾ വഴിമധ്യേ അദ്ദേഹം മരണം ആസന്നമായി.
കോമത്ത് ഫീഹി മലായിക്കത്തുർ റഹ്മത്തി വ മലായിക്കത്തുൽ അദാബി. ആ സമയത്ത് റഹ്മത്തിൻ്റെയും അദാബിൻ്റെയും രണ്ട് വിധം മലക്കുകൾ വന്ന് ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ തർക്കമായി. റഹ്മത്തിൻ്റെ മലക്ക് പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ റൂഹ് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അദാബിൻ്റെ മലക്കുകൾ പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ റൂഹ് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഏതായാലും കാരുണ്യത്തിൻ്റെയും റഹ്മത്തിൻ്റെയും അദാബിൻ്റെയും മലക്കുകൾ ആ മനുഷ്യൻ്റെ കാര്യത്തിൽ തർക്കമായി. വക്കാല മലായിക്കത്തു റഹ്മത്തി. റഹ്മത്തിൻ്റെ മലായിക്കത്ത് പറഞ്ഞു, ജാനായിബൻ കൽബിഹി ഇലല്ലാഹി തആല. ഇയാൾ അള്ളാഹുവിലേക്ക് പാശ്ചാത്തപിച്ച് പുറപ്പെട്ട ആളാണ്. ഇയാളുടെ ആത്മാവിനെ സ്വീകരിക്കേണ്ടത് ഞങ്ങളാണ്. മലായിക്കത്തുൽ അദാബി. അപ്പോൾ അദാബിൻ്റെ മലായിക്കത്തുകൾ പറഞ്ഞു, ഇന്നഹു ലം യൗമൽ ഖൈറഖത്ത്. ഇയാൾ യാതൊരു സൽക്കർമ്മവും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇവൻ്റെ റൂഹ് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അദാബിൻ്റെ മലായിക്കത്തുകൾ പറഞ്ഞു, വാനഹും മലക്കും ഫീ സൗറത്തി ആദമി ഫജഅല ലാ ബൈനക്കും മയ്യുൽ ഹമാമി. അവരങ്ങനെ തർക്കിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യരൂപത്തിൽ ഒരു മലക്ക് വന്നു അവരുടെ തർക്കകാര്യങ്ങളിൽ മധ്യസ്ഥം വഹിക്കാൻ ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ മധ്യസ്ഥം വഹിക്കണം. പക്കാല. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, മാ ബൈനൽ അർലൈനി വൈലൽ ഐനിഹിമാ കാന അത് മാ ഫൗവ. നിങ്ങൾ അളക്കുക. ഇയാൾ പുറപ്പെട്ട സ്ഥലവും ഇയാൾ പോകാൻ ലക്ഷ്യം വെച്ച സ്ഥലവും അളക്കുക. ഏത് പ്രദേശമാണോ അടുത്തത് ആ നാട്ടുകാരനായി കൂട്ടുക. അങ്ങനെ ഫകാസു ഫവജദൂഹു അതിനായിലൽ അർളി അറ. അങ്ങനെ അവർ രണ്ട് നാട്ടിലേക്കുള്ള ദൂരം അളക്കുകയാണ്. ഫവജദു വദുന ഇലൽ അർളിൻ നബിയ്യി അറാദ. ഇദ്ദേഹം നടന്നുകൊണ്ടിരിക്കുന്ന നാട്ടിലേക്കാണ് അടുത്തു കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഫഖയദത്തുഹു മലായിക്കത്തു റഹ്മത്തി. അങ്ങനെ റഹ്മത്തിൻ്റെ മലക്കുകൾ അതിനെ സ്വീകരിച്ചു കൊണ്ടുപോയി. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, അദ്ദേഹം തൗബ ചെയ്തു മടങ്ങിയതാണ്. 99 ആളെ കൊല്ലുന്നു. പിന്നീട് പുരോഹിതൻ്റെ അടുത്ത് ചെന്ന് തൗബയില്ല എന്ന് പറഞ്ഞ കാരണം അദ്ദേഹത്തെയും കൊന്നു. അങ്ങനെ 100 പേരെ തികച്ചു. അതിനുശേഷം ഒരു പണ്ഡിതനെ കണ്ടു തൗബ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ നിങ്ങളുടെ നാട് വിട്ടു പോകണമെന്ന്. ഇന്ന നാട്ടിലേക്ക് പോകണം. പോകുന്ന വഴിക്ക് അദ്ദേഹം മരണപ്പെട്ടു പോകുന്ന നാട്ടിലേക്കാണ് അടുത്തത്. മധ്യസ്ഥനായ അദ്ദേഹം ജിബ്രീൽ അലൈഹിസ്സലാം ആയിരുന്നു. അദ്ദേഹം റഹ്മത്തിൻ്റെ മലായിക്കത്തിനോട് അദ്ദേഹത്തിൻ്റെ റൂഹിനെ കൊണ്ടുപോകാൻ പറയുന്നു. ഇത് മുത്തഫഖു അലൈഹി ആയ ഹദീസാണ്. വഫി റിവായത്തി ഫി സ്വഹീഹിൽ മുസ്ലിമി. സ്വഹീഹി മുസ്ലിമിൻ്റെ ഒരു റിവായത്തിലുണ്ട്, വകാന ഇലൽ ഖറിയത്തി സ്വാലിഹത്തി അഖ്റബു ബിശർരി വജാലി മിൻ അഹ്ലിഹ. അദ്ദേഹം നല്ല നാട്ടിലേക്ക് പോകുകയാണല്ലോ. ആ നല്ല നാട്ടിൽ ഒരു ചാൺ അടുത്തായിരുന്നു. അതിനാലാണ് ആ നാടിൻ്റെ അവകാശിയായി പരിഗണിക്കപ്പെട്ടത് എന്നാണുള്ളത്. വഫി റിവായത്തിൽ സ്വഹീഹി ലഹുമ. വേറെ ഒരു റിവായത്തിലുള്ളത്, ഫൗഹ അല്ലാഹു തആല ഇലാ ആദിഹിയൻ ആദി വൈലൽ ആദിഹിയൻ തഖറബി. അല്ലാഹു സുബ്ഹാനഹു തആല ഒരു നാളുണ്ടല്ലോ, ആ നാടിനോട് അകലുക എന്ന ലക്ഷ്യമാക്കിയ നാടിനോട് അടുക്കുക എന്നും ഇദ്ദേഹം പുറപ്പെട്ട നാടിനോട് വിദൂരത്താവുക എന്നും അറിയിച്ചതാണ് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം. അതായത് ഒത്ത നടുവിലാണ് മരണപ്പെട്ടത്. പോകാനുള്ള നാടിനോട് കുറച്ചു അടുക്കാൻ വേണ്ടിയും അദ്ദേഹം പുറപ്പെട്ട നാടിനോട് കുറച്ചു വിദൂരത്താവാനെന്നും നമുക്ക് കാണാൻ കഴിഞ്ഞു. അദ്ദേഹം പറയുകയാണ്, ഫീ സൂമാ ബൈനഹുമാ ഫവാജദൂഹു ഇലൽ ആദി അഖ്റബ ബിശിരി ഫഅഫറലഹു. അദ്ദേഹത്തിന് രണ്ടു നാട്ടിലേക്കും അളക്കാൻ പറഞ്ഞു. അളന്നു. അദ്ദേഹം ലക്ഷ്യമാക്കിയ നാട്ടിലേക്ക് ഒരു ചാൺ ഇരുന്നതായി കണ്ടെത്തുകയും അങ്ങനെ ഫൗഫിറുലഹു, അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ എല്ലാം പൊറുക്കപ്പെടുകയും ചെയ്തു. അദ്ദേഹം സ്വർഗ അവകാശിയായി. ഇനി മറ്റൊരു നിവേദനത്തിൽ കാണുന്നത്, ഫനാബിസദിരിഹി തഹ്വഹ.
നെഞ്ചുകൊണ്ട് നല്ല നാടിൻ്റെ ഭാഗത്തേക്ക് അയാൾ മുന്നിട്ടിരുന്നു എന്നാണുള്ളത്. ഏതായാലും തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങിയത് കാരണം അദ്ദേഹത്തിൻ്റെ സർവ്വ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുത്തു. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തതായ സർവ്വ പാപങ്ങളും നമുക്ക് പുറത്തു തരട്ടെ. ആമീൻ. ആഹിർ ദേവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.